ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യൻ്റെ നേച്ചറിനെക്കുറിച്ചുമാണ് സംസാരിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യനല്ല ആദവും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഏദൻ തോട്ടത്തിൽ അവരുണ്ടായിരുന്ന അവസ്ഥ ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ അവസ്ഥയല്ല. ഇന്ന് വീണുപോയൊരു മനുഷ്യനെയാണ് നമ്മൾ നേരിടുന്നത്. നമ്മളെല്ലാം വീണുപോയവരാണ്, പാപത്തിൽ വീണവരാണ്. ഈ പാപത്തിൽ വീണ മനുഷ്യൻ്റെ നേച്ചർ എന്താണ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനായിട്ട് എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിച്ചത്? പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, ആത്മാവ്, ദേഹി, ദേഹം എന്നീ 3 ഘടകങ്ങൾ ഒരു മനുഷ്യൻ്റെ പ്രകൃതത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പാപം വന്ന് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഈ 3 ഘടകങ്ങളെയും ഒരുപോലെയാണ്. അത് ഒരു മനുഷ്യൻ പൂർണ്ണം ഹോളിസ്റ്റിക് ആയിരിക്കുമ്പോൾ, അത് പെർഫെക്റ്റ് ആയിരുന്നപ്പോൾ, പാപം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നപ്പോൾ അവന് ദൈവവുമായിട്ട് വളരെ അടുത്ത ഫെലോഷിപ്പായിരുന്നു. കാരണം അവൻ ആത്മാവിൽ എലൈവ് ആയിരുന്നു. ഹി ഹാഡ് ലൈഫ്. അതാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ കണ്ടത്. അവൻ ജീവനുള്ള ദേഹിയായിരുന്നു. അവൻ്റെ പ്രാണനിൽ ജീവനുണ്ടായിരുന്നു. ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ ജീവൻ, ദൈവിക ജീവൻ, ദൈവം നൽകിയ ദാനം. അതുകൊണ്ട് ദൈവവുമായിട്ടൊരു ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മനുഷ്യന് പോസിബിളായിരുന്നു, സാധ്യമായിരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കാം. ദൈവം എപ്പോഴും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, എഴുന്നേറ്റ് പോ. ഇതെല്ലാം ദൈവമാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് തീർത്തും സ്വാതന്ത്ര്യമില്ല. നമുക്ക് സ്വന്തം ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നും യേശുക്രിസ്തുവിന് ഹൃദയം കൊടുക്കാതെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ, അല്ലെ കർത്താവെന്ന് അംഗീകരിക്കാത്ത ആളുകളുടെ പ്രശ്നം, അവർക്ക് ദൈവത്തിന് അവരെ തന്നെ വിട്ടുകൊടുത്താൽ സ്വന്തം ഇഷ്ടം എങ്ങനെ നടക്കും എന്നുള്ളത് തന്നെയാണ്. ആ ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള മനുഷ്യർ. അപ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ പോകുമോ എന്നൊരു ഭയമാണ്. എന്നെ ഒരു കാലത്ത് അത് ഭയപ്പെടുത്തിയിരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതനുസരിച്ച് ഞാൻ ജീവിക്കണം, അപ്പോൾ എനിക്കൊരു ഫ്രീഡം ഇല്ല എന്നുള്ളത് ആദമിനും ഹവ്വയ്ക്കും സാത്താൻ പറയുന്നത് വരെ തോന്നിയില്ല. ഈ വീണു പോകുന്നതിന് മുമ്പുള്ള ആദവും യേശുക്രിസ്തുവും തമ്മിലുള്ള ഒരു സദൃശം നമ്മൾ നോക്കിയാൽ അവർക്ക് 2 പേർക്കും, അതായത് ആദമിനും ക്രിസ്തുവിനും, ഉള്ളിൽ നിന്നുള്ള പ്രലോഭനങ്ങളില്ല. വെളിയിൽ നിന്നാണ് സാത്താൻ വന്നു പ്രലോഭിപ്പിക്കുകയാണ്. കാരണം അകത്തൊന്നും ദുഷ്ചിന്തകൾ വരില്ല. എന്നാൽ നമ്മളങ്ങനെയല്ല. നമുക്ക് സാത്താൻ അടുത്ത് വരേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ അതെല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെ സാത്താൻ ആദമിൻ്റെ അടുത്ത് വന്നിട്ട്, അല്ല ഹവ്വയുടെ അടുത്ത് വന്നവർ പറയുന്നത്, ആദമിൻ്റെ അടുത്ത് ഹവ്വയുടെ അടുത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഹവ്വയുടെ അടുത്താണ് വരുന്നതെങ്കിലും എസെൻഷ്യലി ആദം അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ വരാം. ഹവ്വയുടെ അടുത്തെന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ പോലെ ആകാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം, ഈ പഴം തിന്നാൽ മതി. കാരണം ദൈവം നിങ്ങൾക്ക് ഈ പഴം തിന്നാൻ അനുവദിക്കാതിരുന്നത് ദൈവത്തെ പോലെ നിങ്ങളും ആകും എന്ന് ഭയപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് നിങ്ങളിത് കഴിച്ചാൽ നിങ്ങളും ദൈവത്തെ പോലെ ആകും, സ്വതന്ത്രരാകും, ഇൻഡിപെൻഡൻ്റ് ആകും, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇവരത് വിശ്വസിച്ച പഴം തിന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ദൈവത്തെ പോലെ ആയതായി അവർക്ക് തോന്നി. കാരണം എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം. ഇവിടെയാണ് നമ്മൾ കാണുന്നത്, അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമാണ് നേടാൻ ശ്രമിച്ചത്. പക്ഷെ ശരിക്കും അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. കാരണം ആ നിമിഷം വരെ, ആ പാപം ചെയ്യുന്ന നിമിഷം വരെ അവർക്ക് നന്മ ചെയ്യുവാൻ കഴിയുമായിരുന്നു, നന്മ ചെയ്യുവാനേ കഴിയുമായിരുന്നുള്ളൂ. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. എന്നാൽ എപ്പോഴാണോ പാപം അവരുടെ ഉള്ളിലേക്ക് വന്നത്, ആ സമയത്ത് അവർക്ക് നന്മ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്കുണ്ടായിരുന്ന സ്വതന്ത്രമായ ഇച്ഛാശക്തി, അല്ലെ ഫ്രീ വിൽ എന്ന് പറയുന്നത്, പാപത്താൽ സ്വാധീനിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. നമുക്കെല്ലാവർക്കും പാപത്താൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഇച്ഛാശക്തിയാണുള്ളത്. നമുക്ക് ആ വീഴ്ച ഒന്നും കൂടെ അപഗ്രഥിക്കാൻ ശ്രമിക്കാം. ആത്മാവിൽ എന്താണ് സംഭവിച്ചത്? ശരിക്കും ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് ഒരു ആത്മീക മരണമാണ്. കാരണം കർത്താവോട് പറഞ്ഞായിരുന്നു, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. അതൊരു ശാരീരിക മരണമായിരുന്നില്ല, സ്പിരിച്വൽ ഡെത്ത് ആയിരുന്നു. ദാറ്റ് മീൻസ് അകത്തെ അതിവിശുദ്ധ സ്ഥലം അണഞ്ഞുപോയി, അത് ഇല്ലാതായിപ്പോയി. ആത്മാവ് അവിടെ ഉണ്ട്, പക്ഷേ ജീവനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദവും കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ റെവലേഷൻ നഷ്ടപ്പെട്ടു. ആത്മാവ് ഡെഡായി, ഒരു ഡെഡ് ബോഡി പോലെയായി. സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയും. 2 പിന്നെ വരുന്നത് എന്താണ്? മനസ്സാണ്, മൈൻഡ്.
ഈ മൈൻഡ് ഭയങ്കരമായിട്ട് കറപ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം മാറി, അവരുടെ സ്വഭാവം മാറി, അവർ പാപം നിറഞ്ഞ മനുഷ്യരായി മാറി. അവർക്ക് അവരുടെ നീതി അവർ സ്വന്തമായി കണ്ടെത്തി. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ദൈവം പറയുന്ന കേൾക്കാതെ അവരുടെ സ്വന്തമായൊരു നീതി അവർ സ്ഥാപിച്ചു. ഈ നീതിയുടെ ഉദാഹരണം നമുക്ക് കാണാം. ദൈവം വന്ന് തോട്ടത്തിൽ വെച്ച് ആദമോട് ചോദിക്കുന്നുണ്ട്, ആദമേ ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോന്ന് ചോദിക്കുമ്പം ആദം പറയുന്നത്, അയ്യോ ഞാൻ തിന്നുപോയി, ക്ഷമിക്കണേ, ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല. ഒരു പ്രാവശ്യം എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കാണ്, ഈ ഭാര്യ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വഴങ്ങിപ്പോയി, എന്നോട് ക്ഷമിക്കണേ കർത്താവ് എന്നൊരു വാക്ക് ആദമിന് പറയാൻ പറ്റുന്നില്ല. കാരണം ആദം നോക്കുമ്പോൾ ആദമിൻ്റെ കയ്യിൽ തെറ്റില്ല, പിന്നെ എന്തിനാണ് മാപ്പ് പറയുന്നത്? ആദമിൻ്റെ നീതി വെച്ച് നോക്കിയാൽ ആ പഴം തിന്നത് തെറ്റാണെന്ന് ദൈവം പറഞ്ഞാൽ പോലും ആദം അത് ഏൽക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് ഇങ്ങനത്തെ ഒരു ഭാര്യയെ ആദമിന് കൊടുത്തത്. ആ ഭാര്യയാണ് പറയുന്നത് തിന്നാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ഭാര്യയെ ദൈവം കൊടുത്തിരുന്നെങ്കിൽ ഞാനിത് ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ എസെൻഷ്യലി ആദം ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ദൈവത്തെ തന്നെയാണ്. അപ്പോൾ ആദമിൻ്റെ കോടതിയിൽ ദൈവമാണ് പ്രതി. അപ്പോൾ ദൈവത്തിൻ്റെ കോടതിയിൽ ഒറ്റ ചോദ്യമുള്ളൂ, ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നു, അപ്പോൾ ഇവൻ കൾപ്പബിളാണ് ആദം. പക്ഷെ ആദമിൻ്റെ കോടതി വേറൊന്നാണ് ചിന്തിക്കുന്നത്. ആദമിൻ്റെ കോടതി ചിന്തിക്കുന്നത്, നീ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഭാര്യയെ തന്നത്? ഞാൻ ഒറ്റയ്ക്ക് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ, അതും നല്ലതല്ല എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഭാര്യയെ തന്നത്. ഈ ഭാര്യയല്ലേ എന്നെ കുഴപ്പത്തിൽ ചാടിച്ചത്, അപ്പോൾ ശരിക്കും നീ അറിഞ്ഞുകൊണ്ടല്ലേ, നീയല്ലേ ഇത് ചെയ്തത്? ഇതാണ് മനുഷ്യൻ്റെ നീതി. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും വെച്ച് നോക്കുമ്പോൾ മനുഷ്യർക്ക് എപ്പോഴും തോന്നുന്നത് മനുഷ്യരുടെ നീതിയാണ് കറക്റ്റ് എന്നാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. മനുഷ്യരുടെ നീതിയും ദൈവത്തിൻ്റെ നീതിയും തമ്മിലൊരു പോരാട്ടമുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സെയിം സെക്സ് മാരേജസ്. അപ്പോൾ മനുഷ്യൻ്റെ നീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം അംഗീകരിക്കണം. കാരണം അവരതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി വെച്ച് നോക്കിയാൽ അതെല്ലാം അംഗീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയേക്കാളും നല്ലതാണ് ഞങ്ങളുടെ നീതി എന്ന് വരുത്താൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാവ് അണഞ്ഞു പോയെന്ന് മാത്രമല്ല, നീതിയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, എന്താണ് ശരി തെറ്റെന്നുള്ള മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മൾ ദൈവത്തെ വിട്ടുകളഞ്ഞു. ദൈവത്തിൻ്റെ ദൃഷ്ടി നമുക്ക് വേണ്ടാതായി. മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിന് ഉള്ള ഒരു നീതി ഉണ്ടാക്കിയെടുത്തു. ആ നീതി വെച്ച് അവർ മറ്റുള്ളവരെ വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊരു കോൺസിക്വൻസ് ആണ്. അതാണ് മനസ്സിന് സംഭവിച്ചത്. ആ ഹവ്വായോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ പഴം പറിച്ചു കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഹവ്വായും അത് സ്വയം ഏൽക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ വശംവദയായിപ്പോയി, എൻ്റെ തെറ്റാണ്, ഞാൻ ചെയ്താൽ പോലും എൻ്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു, ഞാനൊരു തെറ്റ് ചെയ്യുന്നു ഹവ്വയ്ക്കും തോന്നുന്നില്ല. ഹവ്വയ്ക്ക് അത് ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് എന്നോട് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഹവ്വ പറയുന്നത്. പാമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അപ്പോൾ അതിനകത്ത് എനിക്ക് തന്നു, എന്നെ വഞ്ചിച്ചു, അല്ലെങ്കിൽ കഴിച്ചു, ചതിച്ചു, ഞാൻ കഴിച്ചു, ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് രണ്ടുപേർക്കും മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രണ്ടുപേർക്ക് അനുദപിക്കാൻ കഴിയുന്നില്ല. ഇന്നും അങ്ങനെയാണ്. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവൻ പൂർണ്ണമായും അനുദപിക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അൺലെസ് ക്രൈസ്റ്റ് ടച്ചസ് ഹിം, ദൈവം അവനെ തൊടാതെ അവന് പൂർണ്ണമായിട്ട് അനുദപിക്കാൻ സാധിക്കത്തില്ല. അത് ഇന്നും നമ്മൾ കാണുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ പാപസംബന്ധമായിട്ട് പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫെയിലിയറാണ്. അതായത് ആത്മാവ് അണഞ്ഞു പോവുകയും നീതി, ദൈവത്തിൻ്റെ നീതി നമുക്ക് പിടികിട്ടാതെ വരികയും മനുഷ്യൻ സ്വന്തം നീതി സ്ഥാപിച്ചുകൊണ്ട് സ്വയം നീതീകരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം വിധിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ പോയി എന്നുള്ളതാണ്. ഇന്നും മറ്റുള്ളവരെ വിമർശിക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുകയും അവരുടെ തെറ്റുകൾ ഒരിക്കലും കാണാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം മനുഷ്യർക്ക് അനേകർക്കും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ്. മൂന്നാമത് നമ്മൾ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ശരീരം രോഗാതുരമായി മരണത്തിന് വിധേയപ്പെട്ടു. ഈ ശരീരം നമുക്ക് ഓടിയാൽ അണയ്ക്കുന്ന, മടുക്കുന്ന, ടയർഡാകുന്ന, വേർക്കുന്ന, ഒന്ന് കിടക്കാൻ തോന്നിപ്പിക്കുന്ന ആ ശരീരമായി മാറി. നമുക്കിഷ്ടമുള്ളതൊന്നും ചെയ്യാൻ ശരീരത്തിന് പറ്റുന്നില്ല. ശരീരം ബലഹീനമായി, രോഗാതുരമായി. കുഞ്ഞു വൈറസുകൾ വരെ നമ്മളെ പേടിപ്പിക്കാൻ തുടങ്ങി. പണ്ട് സിംഹങ്ങളെ വരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പാറ്റയെ കാണുമ്പോൾ ഓടാൻ തുടങ്ങി. ആ ഒരു തേജസ് ശരീരത്തിന്, നിയന്ത്രണ ശക്തി ശരീരത്തിന് നഷ്ടപ്പെട്ടതോടുകൂടി പ്രകൃതി മുഴുവൻ ഇവൻ്റെ ശത്രുവായി മാറി. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വലിയൊരു വീഴ്ചയാണ് മനുഷ്യന് സംഭവിച്ചത്. ഹി ലോസ്റ്റ് എവറിത്തിങ്. പക്ഷെ അപ്പോഴും അവനൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏതോട്ടത്തിൽ വെച്ച് കാണുന്നത്.
ഇന്നും നമ്മൾ ആ ഒരു വീഴ്ചയിൽ തന്നെ രസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അനേകം ആളുകൾ ഈ വിശ്വാസ ഗോളത്തിൽ വരെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി രക്ഷയെക്കുറിച്ച് നമ്മൾ പിന്നീട് അവസരത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാവിൽ നിന്ന് പോയ ജീവനും നമ്മുടെ മൈൻഡിൽ നിന്ന് പോയ ദൈവത്തിൻ്റെ നീതി എന്ന വെളിപ്പാടും ശരീരത്തിൽ നിന്ന് പോയ തേജസ്സും, ഇത് മൂന്നും ദൈവം നമുക്ക് റിസ്റ്റോർ ചെയ്താലേ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. രക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്ക്, നമുക്ക് സ്വർഗത്തിലൊരു ഇൻഹെറിറ്റൻസ് ലഭിച്ചു, നമ്മൾ ഏദൻ തോട്ടത്തിലെ ആദമിൻ്റെയും ഹവ്വയുടെയും ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു ഉറപ്പാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. ദൈവം വീണ്ടും മനുഷ്യനെ ആ 3 ഭാഗത്തിലുള്ള തകർച്ചയിൽ നിന്ന് വീണ്ടെടുത്ത് തേജസ് അണിയിച്ച്, ജീവനും നീതിയും വിശുദ്ധിയും തേജസ്സും അണിയിച്ച്, വീണ്ടും അവൻ എന്ത് ആഗ്രഹത്തോടെ കർത്താവ് സൃഷ്ടിച്ചോ അതേ രീതിയിലേക്ക് നമ്മളെ ആക്കി തീർക്കുന്ന വലിയൊരു പ്രോസസ്സാണ് രക്ഷ. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ജീവിതം മൊത്തം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രക്ഷ സംഭവിക്കുന്നത് ഞാൻ ജനിക്കുന്നതിനൊക്കെ ഒത്തിരി മുമ്പ് തൊട്ട് ഞാൻ തേജസ് വരുന്നവരെയുള്ള വലിയൊരു പീരീഡ് ഓഫ് ടൈമിലെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഒരു വീണ്ടെടുപ്പ് നടക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പ്ലാനും എക്സിക്യൂഷനും അത് ഞാൻ കേൾക്കുകയും ഞാനത് വിശ്വസിക്കുകയും അതിനുശേഷം വളരെ വർഷങ്ങളുടെ അധ്വാനം ഓട്ടം പിന്നീട് നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണം പ്രാപിച്ച് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നവരെയുള്ള വലിയൊരു റിസ്റ്റോറേഷൻ പ്രോസസ്സ് ദൈവം മുമ്പിലോട്ട് വയ്ക്കുന്നു. അപ്പോൾ അതാണ് ഈ വേദപുസ്തകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ്. എന്നെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ അധ്വാനം മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഉള്ളിൽ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും മനോഹരമായ കാര്യം. ഗോഡ് ഹാഡ് മീ ഇൻ ഹിസ് പ്ലാൻ. അപ്പോൾ ഇത് എത്ര വലിയൊരു കാഴ്ചയാണ്, എത്ര വലിയ അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ രക്ഷ എന്ന് പറയുന്ന ഒരു മോമെൻറ്റിൽ എപ്പോഴും ഞാൻ സുവിശേഷം കേട്ടു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന ആ രക്ഷ ശരിക്കും വളരെ ദീർഘമായ വളരെ കാലഘട്ടം എടുക്കുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ഒരൊറ്റ നിമിഷം ഈ രക്ഷ എന്ന ഹോൾ പ്രോസസ്സിനെ അംഗീകരിക്കുകയാണ്. ആ ഏറ്റെടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ് ആ സാൽവേഷൻ. ബട്ട് സാൽവേഷൻ ഈസ് റിയലി വെരി കോസ്റ്റ്ലി. അത് വളരെ കഠിനമായൊരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്, കർത്താവിൻ്റെ അധ്വാനമാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ പ്രകൃതം പാപത്താൽ പങ്കിലമാണ് എന്ന് നമ്മൾ കണ്ടു. എന്താണ് ഈ പാപം? ആ പ്രകൃതം, ആ പുതിയ പ്രകൃതം, അതായത് വീണുപോയ മനുഷ്യൻ്റെ പ്രകൃതം എന്താണ് എന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. എന്താണ് പാപം? പാപം എന്നുള്ളതിന് നമുക്ക് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോവുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ക്രിസ്തുവിനെ പോലെ അല്ലാത്ത എല്ലാം പാപമാണ്. അതാണ് ശരിക്കും പുതിയ നിയമത്തിൽ തരുന്ന നിർവചനം. യേശുക്രിസ്തു ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് പാപമാണ്. അപ്പോൾ എല്ലാ സമയത്തും നമുക്കൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്, നമ്മൾ പാപികൾ തന്നെയാണ്. അപ്പോൾ ഈ പാപം ദൈവം അനുവദിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവദിച്ചതാണ്. ദൈവം അനുവദിക്കാതെ ഒന്നും ഈ ഭൂമിയിൽ വരില്ല. ദൈവം അനുവദിക്കാതെ ദൈവം സൃഷ്ടിച്ച ഭൂമിയിലേക്ക് ആൾക്കാർക്ക് വരാമെങ്കിൽ, തീർച്ചയായിട്ടും എന്തെങ്കിലും സംഭവം നടക്കാമെങ്കിൽ അതിനർത്ഥം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലല്ല ഈ ഭൂമി എന്നാണ്. അത് വളരെ പേടിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ പലതിനും കയറി വരാം, പല അപകടങ്ങളും സംഭവിക്കാം. അപ്പോൾ നമുക്ക് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് പറയേണ്ട ഒരു കാര്യം, ദൈവം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ദൈവം ഈ പാപത്തിന് മോറലി ഉത്തരവാദിയല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദം അവൻ്റെ ഫ്രീ വില്ലിലാണ് പാപം ചെയ്യുന്നത്. അതായത് മോറൽ ബീയിങ്സായിട്ട് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടും അവന് ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നതുകൊണ്ടും ഈ നന്മ തിന്മ എന്ന് പറയുന്ന രണ്ടും റിയാലിറ്റി ആയതുകൊണ്ടും അവനതിലൊന്നും തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവൻ്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോറൽ ഡിസിഷൻ എടുക്കാനുള്ള മനുഷ്യൻ്റെ ഫ്രീ വില്ലാണ് അവനെ തകർത്ത് കളയുന്നത്. അപ്പോൾ ആ ഫ്രീ വില്ല് മനുഷ്യൻ ദൈവം കൊടുത്തപ്പോൾ അതെന്ത് ചൂസ് ചെയ്യണമെന്ന് അവന് പൂർണ്ണമായിട്ട് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗോഡ് ഈസ് മോറലി നോട്ട് റെസ്പോൺസിബിൾ ഫോർ സിൻ. അപ്പോൾ നമ്മളൊരു കാര്യം അതിൻ്റെ കൂടെ എംഫസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നന്മയും തിന്മയും ദൈവം സ്ഥാപിച്ച റിയാലിറ്റീസാണ്. ഈ റിയാലിറ്റീസിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം അത് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ദൈവത്തിൽ നിന്നല്ലാതെ ഉണ്ടാകല്ല, ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ദൈവം അവൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എല്ലാറ്റിനെയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപം എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മോറൽ ലോയോട് എഗ്രി ചെയ്യാൻ പറ്റാതിരിക്കുന്ന, അല്ലെങ്കിൽ തോറ്റുപോകുന്ന, അതനുസരിക്കുന്നതിൽ തോറ്റുപോകുന്നതിനെയാണ് നമ്മൾ ശരിക്കും പാപം എന്ന് പറയുന്നത്. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലാകാം, നമ്മുടെ പ്രവൃത്തിയിലാകാം, നമ്മുടെ പ്രകൃതത്തിലാകാം. ദൈവത്തിൻ്റെ മോറൽ ലോയോട് നമ്മൾ, അതായത് സന്മാർഗ നിയമത്തോട്, നീതി നിയമങ്ങളോട്
നമ്മൾ ലംഘനം കാണിച്ചാൽ, മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ലംഘിച്ചാൽ അത് പാപമാണ്. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ട ഒരു കാര്യം, റോമാലേഖനം 5:21 പറയുന്ന പോലെ ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി മാറി. ഇതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റഡ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ഒറ്റയാളുടെ അനുസരണം നമ്മളെല്ലാവരെയും പാപിയാക്കി മാറ്റി. ആദമിൻ്റെ സന്തതികൾക്കെല്ലാം ആദമിൻ്റെ സ്വഭാവമായിരുന്നു. അപ്പോൾ ഒറ്റയാളുടെ പാപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആ ആദമിൽ നിന്ന് വന്ന എല്ലാവരെയും പാപികളാക്കി മാറ്റി. ഇതിനെയാണ് ഇൻഹെറിറ്റഡ് ഗിൽറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാത്ത, ഡയറക്റ്റായിട്ട് ചെയ്യാത്ത ഒരു കുറ്റത്തിൻ്റെ, ഒരു കാര്യത്തിൻ്റെ കുറ്റം എൻ്റെ മേൽ വരുന്നു. ഇത് ഒരു പക്ഷേ അന്യായമെന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ പാപം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ അത് അന്യായമെന്ന് നമുക്ക് തോന്നുകയില്ല. കാരണം പാപം എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, അയാളുടെ പ്രകൃതത്തിലുള്ള ദൈവവിരോധമാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ജനിച്ച ആൾക്കാരെല്ലാം ഈ പ്രകൃത്യാ ദൈവവിരോധികളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. ഈ പ്രകൃത്യാ ദൈവവിരോധികളും ശത്രുക്കളുമായിരുന്ന നമ്മെ അവൻ എന്ത് ചെയ്തു? രക്ഷിച്ചു എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൻ, പാപം എന്ന് പറയുന്നത് ആദാമിൽ ജനിച്ച സകല സന്തതികളുടെയും പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റഡ് ഗിൽറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആദമിൻ്റെ കുറ്റം നമ്മുടെ മേൽ ഉണ്ട്. വേറെ തരത്തിൽ പറഞ്ഞാൽ ആദം പാപം ചെയ്യുമ്പോൾ ഹി വാസ് റെപ്രസെൻറ്റിങ് മീ. എൻ്റെ അതേ സ്വഭാവമാണ് ആദം അന്ന് കാണിച്ചത്. ഇന്ന് ഞാനാണ് ഏദൻ തോട്ടത്തിൽ എന്നെ അങ്ങനെ ആക്കുന്നതെങ്കിൽ ഞാൻ അതേ സ്വഭാവം കാണിക്കും. കാരണം ആദം എൻ്റെ പ്രതിനിധിയാണ്. ഞാൻ ചെയ്യുമായിരുന്നതാണ് ആദം ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ മേൽ ആ കുറ്റം ചുമത്തുന്നതിൽ തെറ്റില്ല. കാരണം ഇവൻ ആഡം ഡിഡ് ഇറ്റ് വാസ് ലൈക്ക് ഐ ഡിഡ്. ഓക്കെ, അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപത്തെ ആദം മുതലുള്ള എല്ലാ ആളുകളിലും കണക്കിട്ടു. കാരണം അവരുടെ പ്രകൃതം മാറിപ്പോയിരുന്നു, അവർ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മളെല്ലാവരെയും പാപികളായി കണക്കിട്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഹെറിറ്റഡ് ഗിൽറ്റ്, അല്ലെങ്കിൽ നമ്മൾ ജന്മപാപം, ജനനത്താൽ തന്നെ വന്ന തെറ്റ് അല്ലെ കുറ്റം എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റഡ് സിൻ എന്ന് പറയുന്നത്. ഇനി ഇൻഹെറിറ്റഡ് സിൻ എന്ന് പറയുന്ന പ്രവൃത്തിയുടെ ശിക്ഷയുടെ ഫലമാണെങ്കിൽ ഇൻഹെറിറ്റഡ് കറപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയ്യായ്മയാണ്. നമ്മുടെ സോളും നമ്മുടെ ബോഡിയും എല്ലാം കറപ്റ്റായിരിക്കുന്നു. കറപ്റ്റായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഈ മലിനമാക്കപ്പെടുന്ന ഒരു പ്രകൃതം നമുക്കുണ്ട്. മലിനമാക്കപ്പെട്ടൊരു പ്രകൃതം, ദൈവമായിട്ട് എതിര് നിൽക്കുന്ന ഒരു പ്രകൃതം. റോമർ 5:21 പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ലംഘനം നമ്മളെല്ലാവരെയും പാപികളാക്കി മാറ്റി എന്നുള്ളതാണ് ഈ പാപത്തിൻ്റെ ഒരു പ്രകൃതം നമ്മളിൽ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ നോക്കിയാൽ അവൻ പാപമൊന്നും ഇല്ലാത്ത കൊച്ചാണ്, പാവമല്ല എന്നൊക്കെ നമ്മൾക്ക് പലപ്പോഴും തോന്നും. പക്ഷേ ആ തോന്നൽ ശരിയല്ല. അതെന്തുകൊണ്ട് ശരിയല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണമുണ്ട്. പെലേജിയസ് എന്ന് പറയുന്ന ഒരു ദുരുപദേശകൻ AD 4-5 നൂറ്റാണ്ട്, എനിക്കൊന്ന് 5-ാം നൂറ്റാണ്ടാന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന ഉണ്ടാക്കി, ഇങ്ങനൊരു കാര്യം പഠിപ്പിച്ചു. ഏത് മനുഷ്യനും നല്ലവനായിട്ടാണ് ജനിക്കുന്നത്, പിന്നെ അവൻ ഇവിടെ സ്വാധീനിക്കപ്പെട്ട് പാപം ചെയ്തു പോരുകയാണ്. ഇപ്പം ഇൻഹെറിറ്റഡ് സിന്നൊന്നില്ല. മനുഷ്യൻ വിചാരിച്ചാൽ അവന് നല്ലവനായി ജീവിക്കാൻ പറ്റും. ജനിക്കുമ്പോൾ മുതലൊരു കൊച്ചിനെ ശ്രദ്ധിച്ചാൽ അവൻ നല്ലൊരു കുട്ടിയായിട്ട്, നല്ല മനുഷ്യനായിട്ട് വന്ന് പെർഫെക്റ്റായി മാറും, പാവമില്ലാത്തവനായി മാറും. ഇങ്ങനെയാണ് പെലേജിയസ് പഠിപ്പിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ ഫേവർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചത് സഭ കണ്ടം ചെയ്തു. കാരണം അത് വചനവിരുദ്ധമായിരുന്നു. മനുഷ്യനൊരിക്കലും ഒരു മോറൽ ഗുഡും ഉള്ളിലില്ല, ഒരു നന്മയും അവൻ്റെ ഉള്ളിലില്ല എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് ഏറ്റവും വലിയ പാപിയാണ്, പക്ഷേ ആ പാപം കണക്കിടപ്പെടുന്നില്ല. ഹീസ് എ സിന്നർ, ബട്ട് ദാറ്റ് സിൻ ഈസ് നോട്ട് അക്കൗണ്ടഡ്. കാരണം ന്യായപ്രമാണം വരുന്നത് വരെ, അവൻ്റെ മേൽ വരുന്നത് വരെ അവൻ്റെ പാപം കണക്കിടപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ന്യായപ്രമാണമാണ് ഒരാളെ പാപിയാണെന്ന് വിധിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണം ഒരു വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് 2 വയസ്സിൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ചിലവാവുകയില്ല. അതുകൊണ്ട് അവൻ്റെ പാപം കണക്കിടപ്പെടുന്നില്ല. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളൊരു കുഞ്ഞിനോട് ഭയങ്കര സ്നേഹവും, നിങ്ങളുടെ കുഞ്ഞിന് ഭയങ്കര സ്നേഹം, ഇങ്ങോട്ടും അങ്ങോട്ടും ഭയങ്കര സ്നേഹമെന്ന് വിചാരിച്ചോ. ഒരു ദിവസം നല്ല സ്നേഹിക്കുന്ന കൊച്ചാണ്, അപ്പോൾ നമ്മൾ ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ നിങ്ങൾ പറയും. എന്നിട്ട് ഒരു ദിവസം ആ കൊച്ചിനോട് കളിക്കുമ്പോൾ അവൻ്റെ ടോയ് എടുത്ത് തല്ലി പൊട്ടിച്ച് കളഞ്ഞു നോക്കി. അവൻ്റെ മുഖം, നിങ്ങൾ എത്ര സ്നേഹിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ ആ സ്നേഹം അവൻ ആ നിമിഷം മറക്കും. അവൻ്റെ മുഖം വിരൂപമാകും, അവൻ ദേഷ്യം വരും. അവൻ ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന സാധനം വെച്ച് നിങ്ങളുടെ തലക്കടിച്ചിട്ട് പോകാം. കാരണം അതാണ് സ്വഭാവം, ആ പ്രകൃതം അതാണ്. ആ സ്നേഹമല്ല പ്രകൃതം. ആ സ്നേഹം എന്ന് പറയുന്നത് വ്യാജമാണ്. കാരണം ആ സ്നേഹം നിലനിന്ന് പോകാനുള്ള, ആ കുഞ്ഞിന് പ്ലഷർ നേടാനുള്ള, സന്തോഷം നേടാനുള്ളൊരു മാർഗം മാത്രമാണ്.
അവൻ സ്നേഹിക്കുന്നത് അവൻ ആശ്വാസം കൊടുക്കുന്നവരെയും അവനെ ഇങ്ങോട്ട് തിരിച്ച് സന്തോഷം കൊടുക്കാൻ പറ്റുന്നവരെയുമാണ്. അതേസമയത്ത് നിങ്ങൾ അവനെ ഉപദ്രവിക്കുന്ന ആളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ ടോയ് നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടോയിയേക്കാൾ സ്നേഹം നിങ്ങളോടുണ്ടോ? ഇല്ല. നിങ്ങളെ തീർച്ചയായിട്ടും അവന് 1 വയസ്സ് 2 വയസ്സ് ഉള്ളപ്പോൾ തന്നെ 20 വയസ്സുള്ള ഒരാളുടെ ആരോഗ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് തകർത്തേനെ നമ്മളെ. അപ്പോൾ ശരിക്കും ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള പാപം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അസാമാന്യമായ പൊട്ടൻഷ്യലൂടെയാണ് കൊച്ചു ജനിക്കുന്നത്. അത് പാപം ചെയ്യാനുള്ള പൊട്ടൻഷ്യലാണ്, നന്മ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജന്മപാപം എന്ന് പറയുന്നത് വളരെ ഒബ്വിയസ് ആണ്. വേദപുസ്തകം അത് പഠിപ്പിക്കുന്നു. ജനിക്കുമ്പം തന്നെ ഒരു മനുഷ്യൻ പാപിയായി ജനിക്കുന്നു. വി ഹാവ് ദാറ്റ് ഇംപ്യൂട്ടഡ് സിൻ ഇൻ അസ്. അതുപോലെ തന്നെ റോമാലേഖനം 7:18 പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ശരിക്കും പൗലോസ് എന്താ പറയുന്നത്? ദർ ഇസ് നത്തിങ് ഗുഡ് ഇൻ മീ. എൻ്റെ ജഡത്തിൽ ഈ നന്മ വസിക്കുന്നതേയില്ല. അത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. പാപത്തിൻ്റെ സ്ലേവറി എന്ന് പറയുന്നത് നമ്മളിൽ ഒരു നന്മയും ഇല്ലാതെയാക്കുമെന്ന് മാത്രമല്ല, എഫേസ്യ ലേഖനം 2:1 പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെന്നാണ്. അത് ഒരു ആത്മീക മരണം സംഭവിച്ചവരായിട്ട് തന്നെയാണ് നമ്മൾ ഈ ലോകത്ത് ജനിക്കുന്നത്. അപ്പോൾ പാപപ്രകൃതം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാപപ്രകൃതം നമ്മെ കറപ്റ്റാക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഒരു നന്മയും ഇല്ലാത്ത അവസ്ഥയിലാക്കുന്നു. പാപത്തിൻ്റെ അടിമകളായിട്ട് നമ്മളെ മാറ്റുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് മുമ്പിൽ ഒരു നന്മയും ചെയ്യുവാൻ കഴിവില്ലാത്തവരായി നമ്മൾ ഇരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ കാരണമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊരു നന്മയും, അപ്പോൾ ജഡത്തിൽ വസിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ജഡത്തിന് ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു കൽപ്പന അനുസരിക്കാൻ സാധിക്കില്ല. നമ്മൾ ജഡം കൊണ്ട് എത്ര പരിശ്രമിച്ചാലും കർത്താവിൻ്റെ ഒരു കൽപ്പന പോലും അനുസരിക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏറ്റവും വേദനാജനകമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുകയില്ലെങ്കിലും, ഈ നന്മ ചെയ്യാൻ പറ്റില്ല, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. പൗലോസ് പറയുന്ന പോലെ എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്ന പോലെ എനിക്ക് പരിമിതിയുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും സഹോദരങ്ങളെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാറുന്നില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ നീതിമാന്മാരായേ പറ്റുള്ളൂ. വിശുദ്ധി തികയ്ക്കാതെ, നീതിമാനാകാതെ ഒരാൾക്കും ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ മരിച്ചു പോകും. കാരണം കർത്താവിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിലേക്ക് നമുക്കൊരു ജഡത്തിന് പോയി നിൽക്കാൻ സാധിക്കില്ല. അവൻ തട്ടിപ്പോവും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാപികളാണെന്നുള്ളത് ശരിയാണെങ്കിലും പാപത്തിൻ്റെ ഉത്തരവാദിത്വവും കൂടെ നമുക്കുണ്ട്. നമ്മൾ പാപത്തിൽ ജനിച്ചു, ഓക്കെ, നമ്മുടെ കുഴപ്പമല്ല, നമ്മളെ ചില പറയുമായിരിക്കാം, നമ്മുടെ പ്രകൃതത്തിൻ്റെ കുഴപ്പമെന്ന് പറയുമായിരിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ ഉത്തരവാദികളാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ നമ്മളറിയാതെ നമ്മളിൽ വന്ന പാപത്തിന് നമ്മൾ ഉത്തരവാദികളാണ്. എന്തുകൊണ്ട് ഉത്തരവാദികളാണ്? നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആദം പാപം ചെയ്തപ്പോൾ ആദമിൻ്റെ അതേ സ്വഭാവമുള്ള ഞാനും അത് തന്നെ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇമ്പ്യൂട്ടേഷൻ, ഇതിൻ്റെ കണക്കൂട്ടൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ പാപികളാണ്. അവരെന്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പാപികളാണ്. കാരണം അവരാരും ക്രിസ്തുവിനെ പോലെയല്ല, അവരാരും പെർഫെക്റ്റ് അല്ല. അവരുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനെല്ലാം ഒരുപോലെ പാപികളാണ്. റോമാലേഖനം 3:9 പറയുന്നു, ആകയാൽ നാം എന്ത് പറയേണ്ടു? ആകയാൽ നാം എന്തെങ്കിലും വിശേഷതയുള്ളവരോ? അശേഷം ഇല്ല. നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപികളാകുന്നു, പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ എന്ന് 9-ാം വാക്യത്തിൽ 3:9 പറയുന്നു. അപ്പോൾ എത്ര വർഷം ന്യായപ്രമാണം കൊണ്ട് അവർ നടന്നാലും അതിൻ്റെ പ്രവൃത്തികൾ അവരെ ഒരിക്കലും നീതിമാന്മാരാക്കി മാറ്റിയില്ല എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവത്തിന് മുമ്പിൽ പാപികളാണെന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരെയും ദൈവം ഗിൽറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഉത്തരവാദികൾ, പാപത്തിൻ്റെ കുറ്റം കിടക്കുന്നവർ. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. കുറ്റം ആരുടെ മേലാണോ അയാളാണ് ഗിൽറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപോലെ ഗിൽറ്റിയാണ്. ഓക്കെ, ഒരേപോലെ. അതായത് ഓരോ മനുഷ്യൻ്റെ, ഇപ്പം നിങ്ങൾ 10 പേരെടുത്ത് കഴിഞ്ഞാൽ 10 പേരുടെയും ഗിൽറ്റ് ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ ഈക്വലി ഗിൽറ്റിയാണ്. എല്ലാവരും ഒരുപോലെ പാപികളാണ്. എന്നാൽ ചില ആളുകൾ കൂടുതൽ പാപം ചെയ്യുന്നുണ്ട്, കൂടുതൽ അപകടകരമായ സ്ഥിതിവിശേഷത്തെ ഉണ്ടാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അതിഭയങ്കരമായ ക്രോധം അവരുടെ മേൽ വരുന്നുണ്ട്. അതുപോലത്തെ പാപം മനഃപൂർവ്വമായി ചെയ്യുന്നവരും ഈ ലോകത്തുണ്ട്. അപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തെ തകർക്കുന്ന, അതിനെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പാപങ്ങളും ലോകത്തുണ്ട്. അപ്പോൾ പാപ സ്വഭാവം ഒന്ന് തന്നെയാണെങ്കിലും
പാപത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, പാപം പ്രകടിപ്പിക്കപ്പെടുന്നത് പലതരത്തിലാണ്. എല്ലാവരും ഒരേ രീതിയിൽ പാപം പ്രകടിപ്പിക്കുന്നില്ല, പക്ഷെ അവരുടെ എല്ലാ ഉള്ളിലുള്ള പാപത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് സെയിമാണ്. ഓക്കെ, ഗലാത്യർ 3:10 നമ്മൾ വായിക്കുമ്പോൾ ഈ ലീഗൽ ഗിൽറ്റ്, അതായത് ദൈവത്തിന് മുമ്പിൽ സകലരും കുറ്റവാളികളാണ് എന്നുള്ള ആ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പൗലോസിൻ്റെ ലേഖനങ്ങൾ, റോമാലേഖനം പ്രത്യേകിച്ചും 7-ാം അധ്യായം, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിച്ചാലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അതിന് നമ്മളെ നീതിമാന്മാരാക്കാൻ സാധിക്കയില്ലാത്തതുകൊണ്ട് ഇച്ഛിക്കാത്ത തിന്മ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഞാൻ നീതിമാനായിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് നീതി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവവുമായുള്ളവൻ്റെ കൂട്ടായ്മ തകർക്കപ്പെടുകയും ക്രിസ്തീയ ജീവിതം അപകടത്തിലാവുകയും ചെയ്യുന്നു പാപം ചെയ്യുമ്പം. പ്രിയ സഹോദരങ്ങളെ, പാപം എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിച്ചു കളയുന്നൊരു കാര്യമാണ്. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോഴും അതിന് ഭയങ്കരമായ കോൺസിക്വൻസസ് ആണ്. ദൈവമായിട്ടുള്ള ബന്ധം തകർത്ത് കളയുന്ന കാര്യമാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം തകരുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതം നാമാവശേഷമാക്കുകയും ചെയ്യുവാൻ പാപത്തിന് ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ബലഹീനതകൾ, നമ്മൾ ക്രിസ്തുവിനെ പോലെ അല്ലാത്ത എല്ലാ അവസ്ഥകളും പാപമാണ്. നമ്മളിന്ന് പ്രധാനമായിട്ടും കണ്ടത് ആ വീഴ്ചയിലൂടെ നമ്മൾ നമ്മുടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുകയും ദൈവത്തിനെതിരെ വെല്ലുവിളി നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില പാപങ്ങൾക്ക് കൂടുതൽ ആഴമായ പരിസമാപ്തി ഉണ്ട്. കുറേ പാപങ്ങൾക്ക് കൂടുതൽ ആഴമായ കോൺസിക്വൻസസ് ഉണ്ട്. ചിലതിനൊരു വലിയ കാര്യമായ ഒരു എഫക്റ്റും ഇല്ല. പക്ഷേ ഇതൊക്കെ അങ്ങനെയൊക്കെയാണ്. പലരും പല ലെവലിലാണ് പാപം ചെയ്യുന്നതെങ്കിലും ഈ പാപം എന്ന ആ ഒരു സാധനം, അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എല്ലാവരിലും ഒന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് വേദപുസ്തകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളും ഒരുപോലെ ശിക്ഷായോഗ്യരുമാണ് എന്നാണ്. അതായത് ശിക്ഷിക്കപ്പെടാൻ യോഗ്യരാണ്. ദ സിന്നേഴ്സ് ആൻഡ് ദ ആർ ഗിൽറ്റി. നമ്മൾ പാപികളാണ്, അതിൻ്റെ ശിക്ഷ അനുഭവിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. ഇതാണ് മനുഷ്യൻ്റെ ഇപ്പോഴത്തുള്ള രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മെ ഈ പ്രകൃതത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവ് അവനെ തന്നെ നമുക്ക് തന്ന ആ ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയാം. കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷയുടെ സന്തോഷമോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരു യോഗ്യതയും അങ്ങയുടെ മുമ്പിൽ നിൽക്കാനില്ല. ഞങ്ങൾ ലീഗലിയും അല്ലാതെയും ജന്മനാലും കർമ്മത്താലും എല്ലാം പാപികൾ തന്നെയാണ്. അങ്ങയുടെ കൂടെയുള്ളൊരു കൂട്ടായ്മ എന്ന് പറയുന്നത്, സൃഷ്ടിതാവിൻ്റെ കൂടെയുള്ളൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വലിയ കൃപയാണ്. കർത്താവ് കൃപ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അങ്ങയോട് ഞങ്ങൾക്ക് തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?